ഓസ്റ്റിൻ്റെ കമാൻഡ് തിയറിയുടെ ക്രിറ്റിസിസം എന്തൊക്കെയാണ് എന്ന് നോക്കാം. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് ഓസ്റ്റിൻസ് ഡെഫിനിഷൻ ഓഫ് ലോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എംഫസിസ് ചെയ്യേണ്ടത് ക്രിറ്റിസിസം ആയിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതണം, ബട്ട് ക്രിറ്റിസിസം കമ്പൽസറി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഓസ്റ്റിൻസ് ഡെഫിനിഷൻ ഓഫ് ലോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ മാർക്ക് കിട്ടുള്ളൂ. ഓസ്റ്റിൻ്റെ കമാൻഡ് തിയറിയുടെ മെയിൻ ക്രിട്ടിക്, ഏറ്റവും പ്രധാനപ്പെട്ട വിമർശകൻ എന്നത് സാൽമണ്ട് ആണ്. അക്കോർഡിംഗ് ടു സാൽമണ്ട്, ഓസ്റ്റിൻസ് ഡെഫിനിഷൻ ഓഫ് ലോ റെഫേഴ്സ് ടു എ ലോ ആൻഡ് നോട്ട് ദ ലോ. സാൽമന്റെ അഭിപ്രായ പ്രകാരം ഓസ്റ്റിൻ്റെ ഈ ഒരു കമാൻഡ് തിയറിക്ക് ഒരു ലോയെ പറ്റി, എ ലോയെ പറ്റി ഡിഫൈൻ ചെയ്യുവാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ബട്ട് ദ ലോ എന്ന് പറയുന്ന ഒരു വാസ്റ്റായിട്ടുള്ള ലോയുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുവാൻ, വാസ്റ്റായിട്ട് ലോയെ അസസ് ചെയ്യുവാൻ ഈ ഒരു ഓസ്റ്റിൻസ് തിയറിക്ക് കഴിയാതെ പോയി എന്നാണ് സാൽമൺ പറഞ്ഞിരിക്കുന്നത്. ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ലോയെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഈ ഓസ്റ്റിൻ്റെ തിയറിക്ക് കഴിഞ്ഞു. പക്ഷേ പ്രിസീഡൻറ്റ്, കസ്റ്റം, ജഡ്ജ്മെൻറ്റ് ലോ അതുപോലെയുള്ള മറ്റ് സോഴ്സസ് ഓഫ് ലോയെ ഫലപ്രദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ നമ്മുടെ ഓസ്റ്റിൻ്റെ തിയറിക്ക് കഴിയാതെ പോയി. സാൽമണിൻ്റെ അഭിപ്രായ പ്രകാരം ഈ ഓസ്റ്റിൻസ് ഡെഫിനിഷൻ ഓഫ് ലോയെ ഒരു കോൺക്രീറ്റ് സെൻസിൽ, പ്രത്യക്ഷമായിട്ടുള്ള രീതിയിൽ അതിനെ അസസ് ചെയ്തിരിക്കുന്നു. ഒരു ആബ്സ്ട്രാക്റ്റ് സെൻസിൽ അതിനെ അസസ് ചെയ്തിട്ടില്ല. അതായത് ലോയുടെ അന്തസത്തയെ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അസസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അനലൈസ് ആയിരുന്നില്ല എന്നാണ് സാൽമൺ പറയുന്നത്. വൺസ് അഗെയിൻ, ഫസ്റ്റ് പോയിന്റ്, സാൽമൺ വാസ് ദ മെയിൻ ക്രിട്ടിക് ഓഫ് ഓസ്റ്റിൻസ് ഡെഫിനിഷൻ ഓഫ് ലോ. According to Salmon, Austin's definition of law refers to a law and not the law. Austin's definition of law could explain only the statutory law, namely the legislation, but it could not explain custom, precedent, judgment law, etc. These are the other sources of law. So, it could not explain the other sources of law like custom, precedent, judgment law, etc. That is, this Austin's definition of law considered the law in concrete sense and not in abstract sense. രണ്ടാമത്തെ ക്രിറ്റിസിസം നോക്കാം. ഓസ്റ്റിൻസ് കമാൻഡ് തിയറി നെഗ്ലക്റ്റഡ് ദ പർപ്പസ് ഓഫ് ലോ. എന്താണ് പർപ്പസ് ഓഫ് ലോ? ദാറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഓസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ കമാൻഡ് തിയറിയിൽ ഫെയിൽഡ് ടു ഇൻക്ലൂഡ് കോർട്സ് എന്ന് പറയുന്ന ലോയുടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഈ ഒരു ഡെഫിനിഷനിൽ കൊണ്ടുവരുന്നതിൽ ഓസ്റ്റിൻ പരാജയപ്പെട്ടു. അതുവഴി അദ്ദേഹം ലോയുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന പർപ്പസിനെ തന്നെ നെഗ്ലക്റ്റ് ചെയ്തു. ആവശ്യത്തിലധികം ഇമ്പോർട്ടൻസ് സോവറിനും കമാൻഡിനും കൊടുത്തു. ബട്ട് ലോയുടെ പർപ്പസായ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അദ്ദേഹം ഇഗ്നോർ ചെയ്തു. So what is the second criticism? Austin's command theory neglected the purpose of law, that is the administration of justice. Austin's definition of law failed to include courts which administer the law. So Austin has completely ignored such an important institution, namely the court, in his definition of law. He unnecessarily depended more on sovereign and command than the purpose of law. Third criticism, under Austin's definition of law, international law cannot be considered as a law. International law എന്നത് ഒരു സോവറിൻ പവറിൻ്റെ ക്രിയേഷൻ അല്ല. ഇൻ്റർനാഷണൽ ലോ രണ്ട് സ്റ്റേറ്റ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. സോ അവിടെ ഒരു കമാൻഡോ സോവറിൻ പവറോ ഇല്ല. രണ്ട് രാജ്യങ്ങളും സോവറിൻ തന്നെയാണ്. അവർ തമ്മിലുള്ള മ്യൂച്വൽ കൺസെൻറ്റിലാണ് ഇൻ്റർനാഷണൽ ലോ ഉണ്ടായിരിക്കുന്നത്. ഓസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം സോവറിൻ്റെ കമാൻഡ് അല്ലാത്തതിനാൽ ഇൻ്റർനാഷണൽ ലോ ഒരു ലോ അല്ല. ബട്ട് മോഡേൺ കാലഘട്ടത്തിൽ ഇൻ്റർനാഷണൽ ലോ ഒരു ലോ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ തന്നെയാണ് ഇൻ്റർനാഷണൽ ലോ. വൺസ് അഗെയിൻ, തേർഡ് ക്രിറ്റിസിസം, under Austin's definition of law, international law cannot be considered as a law as it is not the creation by sovereign power
The force and the power of international law is on the basis of mutual consent of the states. There is no imperative or commanding authority to any one state. But in modern world, the international law is recognized as an important law. Fourth criticism. According to Austin's definition of law, constitutional law cannot be considered as a law. Why? Because constitutional law lays down restrictions on the powers of the sovereign himself. But constitutional law is regarded as one of the most important laws in modern days. ഓസ്റ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ ലോയെ ഒരു ലോ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ സോവറിൻ്റെ പവറിന് തന്നെ റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന ഒരു ലോയാണ്. ബട്ട് നമ്മുടെ മോഡേൺ വേൾഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഇമ്പോർട്ടൻ്റ് ലോ തന്നെയാണ്. ഫിഫ്ത്ത് ക്രിറ്റിസിസം. Austin's command theory fails to explain the personal laws like Hindu law, Muhammadan law, etc. ഗവൺമെൻറ്റിൻ്റെയും സോവറിൻ്റെയും ഒക്കെ ഫോർമേഷന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് പേഴ്സണൽ ലോസ്, ഹിന്ദു ലോ, മുഹമ്മദൻ ലോ എക്സെട്ര. അതിനൊന്നും ഒരു നല്ല എക്സ്പ്ലനേഷൻ കൊടുക്കുവാൻ ഓസ്റ്റിൻ്റെ ഡെഫിനിഷന് കഴിഞ്ഞിട്ടില്ല. സിക്സ്ത് പോയിന്റ്. Austin's definition of law does not link law with justice, but links law with command and sanction. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഓസ്റ്റിൻ്റെ ഡെഫിനിഷൻ ഓഫ് ലോയെ ലിങ്ക് ചെയ്യുന്നത് കമാൻഡിനോടും സാങ്ഷനോടുമാണ്. ഇറ്റ് ഡസ് നോട്ട് ലിങ്ക് ലോ വിത്ത് ജസ്റ്റിസ്. സെവൻത് പോയിന്റ്. പണിഷ്മെൻറ്റ് ഈസ് നോട്ട് ആൾവേസ് ഗിവൺ ഫോർ ഡിസൊബീഡിയൻസ് ഓഫ് കമാൻഡ്സ്, but Austin says that the command should be followed by punishment or by sanction. ഒരു ലോയെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു കമാൻഡിന് പണിഷ്മെൻറ്റിൻ്റെ ഒരു ബാക്കപ്പ് കൂടെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓസ്റ്റിൻ. പക്ഷേ സിവിൽ ലോസ് എല്ലാം എപ്പോഴും പണിഷ്മെൻറ്റ് കൂടി വരില്ല. ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ ലോ ഒബേ ചെയ്യപ്പെടുന്നത് അതിൻ്റെ അക്സെപ്റ്റൻസ് കൊണ്ടാണ്. ഒരു മൊണാർക്കിക്കൽ പോലീസ് സ്റ്റേറ്റിൽ ഒരു പക്ഷേ പണിഷ്മെൻറ്റിനെ അല്ലെങ്കിൽ സാങ്ഷനെ ഭയന്നിട്ട് ലോ ഫോളോ ചെയ്യും. ബട്ട് വെൽഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ, ഇന്ത്യ പോലെയുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ ലോ ഒബേ ചെയ്യുന്നത് അതിൻ്റെ അക്സെപ്റ്റൻസ് കൊണ്ടാണ്. സോ വാട്ട് ഈസ് ദ സെവൻത് പോയിന്റ്? അക്കോർഡിംഗ് ടു ജോൺ ഓസ്റ്റിൻ, ദ കമാൻഡ് ഷുഡ് ബി ഫോളോഡ് ബൈ പണിഷ്മെൻറ്റ് ഓർ സാങ്ഷൻ, ബട്ട് punishment is not always given for disobedience of commands. For example, civil laws do not prescribe any punishment. The punishment is true in a monarchical police state, but not in a welfare state. In welfare state, the law is obeyed because of its acceptance by the community. Eighth criticism. Austin concentrated more on positive law, and he ignored moral values, idea of equity, justice and good conscience in his theory. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇത്രമാത്രം ഹെവി ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ ഒരു ഡെഫിനിഷനാണ് ഓസ്റ്റിൻസ് ഡെഫിനിഷൻ ഓഫ് ലോ. എങ്കിൽ പോലും സ്റ്റിൽ ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദി ബെസ്റ്റ് ഡെഫിനിഷൻ ടിൽ ടുഡേ. ഇന്ന് വരേക്കും ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഡെഫിനിഷനായിട്ട് തന്നെയാണ് ഓസ്റ്റിൻസ് ഡെഫിനിഷൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ജുറിസ്പ്രുഡൻസിൽ ഇത് പഠിക്കുന്നത്.